നമസ്കാരം. പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ തെങ്കരയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് വയോധിക മരിച്ചു. മരിച്ചത് 80-കാരിയായ ഫാത്തിമ ബി. ഫാത്തിമ ബിയുടെ മരണത്തോടെ തനിച്ചായി മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ. ഒറ്റപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ട ബൈക്കിൽ പിക്കപ്പ് ഇടിച്ചു പരിക്കേറ്റ യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശി ആദിത്യനാണ് മരിച്ചത്. അട്ടപ്പാടി ചുരത്തിൽ അടർന്നു വീണ പാറ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഞായറാഴ്ച ഉച്ചയോടെ 9-ാം വളവിൽ അടർന്നു വീണ പാറയാണ് മാറ്റിയത്. ശക്തമായ മഴയിൽ അലനല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. കോട്ടോപ്പാടം ടൗണിൽ തെരുവ് നായ ശല്യം രൂക്ഷം. നായ്ക്കളെ പേടിച്ച് വഴി നടക്കാൻ കഴിയാതെ നാട്ടുകാർ. തകർന്ന് തരിപ്പണമായി ചെറുപ്പശ്ശേരി EMS റോഡ്. പാതയിലൂടെയുള്ള യാത്ര അതിദുരിതം. വിശദമായ വാർത്തകളിലേക്ക്. മഴയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ വയോധിക മരിച്ചു. തെങ്കര മണലടി ലക്ഷംവീട് റാവുത്തർ വീട്ടിൽ ഫാത്തിമ ബിയാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. അങ്ങോട്ട് ബാത്റൂമിലേക്ക് വന്നത്. അതാ ഇവിടെ ഒരാളെ കയറ്റിട്ട് അതിലാണ് ഇരിക്കുന്നത്. ഒരു തലക്ക് സുഖമില്ലാത്ത കുട്ടി അത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്നു. ബാക്കിയൊക്കെ വേറെ വേറെ പോയി വാടകയ്ക്ക് ഇരിക്കുന്നതാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് അപകടം. വീടിന് പുറത്തെ ശുചിമുറിയിലേക്ക് പോയ ഫാത്തിമ ബിയുടെ ദേഹത്തേക്ക് മേൽക്കൂര പൊളിച്ചിട്ട വീടിന്റെ ചുമരുകൾ വീഴുകയായിരുന്നു. ചുമരിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട ഫാത്തിമ ബിയെ ഏറെ സമയം കഴിഞ്ഞാണ് പുറത്തെടുക്കാനായത്. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ലക്ഷംവീട് നഗറിലെ 8 സെന്റിൽ ഇരട്ട വീടുകളിലൊന്നാണ് ഫാത്തിമ ബിയുടേത്. ഇവരുടെ വീടിനോട് ചേർന്നുള്ള രണ്ടാമത്തെ വീട് പുതുക്കി പണിയാനായി പൊളിച്ചിരുന്നു. കൂട്ടത്തിൽ ഫാത്തിമ ബിയുടെ വീടിന്റെ മേൽക്കൂരയും പൊളിച്ചിരുന്നു. മഴ പെയ്തതോടെ മൺചുമരുകൾ നനഞ്ഞ് നിലം പതിക്കുകയായിരുന്നു. മേൽക്കൂര പൊളിച്ചതിനാൽ രാത്രി മകളുടെ വീട്ടിലാണ് കഴിയാറ്. ഫാത്തിമ ബിയും മാനസിക വെല്ലുവിളി നേരിടുന്ന ഇളയ മകൾ ദിൽഷാദും ഒരുമിച്ചാണ് കഴിയുന്നത്. 4 പെൺകുട്ടി, ഒരു കുട്ടി തലക്ക് സുഖമില്ലാത്ത കുട്ടിയാണ്. 3 കുട്ടികള്. മൂത്ത കുട്ടിയുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. 2 കുട്ടികള് ഭർത്താവിന്റെ അടുത്താണ്. ഒരു കുട്ടിക്ക് ഭർത്താവ് ഇല്ല. ഒരു കുട്ടി തലക്ക് സുഖമില്ലാത്തത്. 2 ആൺകുട്ടികൾ വേറെ പോകുകയും ചെയ്തിരിക്കുന്നു. പതിവ് പോലെ രാവിലെ വീട്ടിലെത്തിയതാണ് ഇരുവരും. മകളെ വീട്ടിലാക്കി പുറത്തെ ശുചിമുറിയിലേക്ക് പോയ ഫാത്തിമയുടെ ദേഹത്തേക്ക് ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. പഴയ ഓടിട്ട വീടാണത്. ഈ ഒരു വീട്ടിലിത് താമസിക്കുന്ന 2 കൂട്ടരാണ്. ഈ 2 കൂട്ടർ താമസിക്കുന്ന ഒരു വീടിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കൊടുക്കേണ്ടതായിരുന്നു. ഇത് സിംഗിളായിട്ട് കൊടുത്ത് ഒരു സൈഡ് പൊളിച്ചു, അങ്ങേ സൈഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ സൈഡ് പൊളിച്ച് അവർ മേക്കൂര പൊളിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് കട്ടച്ചുമരല്ലേ, മഴക്കാലം. സ്വാഭാവികമായിട്ട് ആ സ്ത്രീ ബാത്റൂമിലേക്ക് എന്തോ വന്നപ്പോഴാണ് പോയി അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീട് കൊടുക്കുന്ന സമയത്ത് ഒരുമിച്ച് 2 വീടിനും കൂടിയുള്ള ഒറ്റ വീടിനുള്ള കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സൗകര്യമായിരുന്നു എന്നുള്ളതാണ്. മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ. റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി. 2 ആൺമക്കളും 4 പെൺമക്കളുമാണ് ഫാത്തിമ ബിക്ക്. സമയത്തിന് ഭക്ഷണവും മരുന്നും നൽകുന്ന ഉമ്മയെ അന്വേഷിക്കുകയാണ്. മണലടിയിൽ ചുമർ വീണ് മരിച്ച ഫാത്തിമ ബിയുടെ ഇളയമകൾ ദിൽഷാദ. കടുത്ത മാനസിക വെല്ലുവിളി നേരിടുന്ന 42-കാരിയായ മകളെ വീട്ടിൽ പൂട്ടിയിട്ടാണ് 80-കാരിയായ വീട്ടമ്മ വളർത്തിയിരുന്നത്. പെൻഷൻ പൈസ മാത്രമുള്ള ഒരു ആശ്രയം, വേറൊരു ആശ്രയമില്ല. ഇനിയിപ്പോൾ അതിനെ നോക്കണമെങ്കിൽ ഗവൺമെൻറ് ഏറ്റെടുക്കണം, അല്ലാതെ ആരും നോക്കാമല്ല അതിനെ. ഇനി മരിച്ചുന്നവരെ അത് ഈ വീടിൻ്റെ ചുറ്റുപാട് ഈ മഴയും വെയിലും കൊണ്ട് നടക്കുക. ഉറക്കമില്ല, ഊണുമില്ല, ഒന്നുമില്ല. തിന്നാൻ കൊടുത്താൽ തിന്നുമില്ല. അതിൻ്റെ മെന്നെ വേണം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലിട്ടിട്ട് കൂട്ടലാണ് അതിനെ. ഇമ്മാനി നല്ലോണം മർദ്ദിച്ചിരുന്നു ആ കുട്ടി. കാരണം കുട്ടിക്ക് ആരോഗ്യമുണ്ട്, ഉമ്മാക്ക് ആരോഗ്യമല്ല. ഇമ്മ നല്ല വയസ്സായതാണ്, ഒരു വികലാംഗനുമാണ്, അല്ലാതെ ഒരാളെ ആശ്രയമല്ല. വീടിന് പുറത്തെ ശുചിമുറിയിലേക്ക് പോയ ഉമ്മ വരാത്തതിലെ അസ്വസ്ഥത മുഖത്ത് മിന്നിമറിയുന്നുണ്ട്. ഇതിനിടെ ഉമ്മയെക്കുറിച്ച് ദിൽഷാദിനോട് ചോദിച്ചതോടെ കണ്ണീർ തുള്ളികൾ ഒഴുകി തുടങ്ങി. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് ദിൽഷാദ്. ആരോടും ഒന്നും സംസാരിക്കാറില്ല. ഉമ്മയാണ് ദിൽഷാദിന് എല്ലാം. മരുന്നും ഭക്ഷണവും ഉമ്മ തന്നെ നൽകണം, എങ്കിലേ കഴിക്കൂ. ഉമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും ദിൽഷാദിന് മനസ്സിലായോ എന്നറിയില്ല. എങ്കിലും ഉമ്മയുടെ അസാന്നിധ്യവും പതിവില്ലാത്ത ആളുകളുടെ വരവും എന്തോ അപായത്തിൻ്റെതാണെന്ന് ഈ മകൾ തിരിച്ചറിയുന്നുണ്ട്. വേറെ 5 സഹോദരങ്ങളുണ്ടെങ്കിലും ഉമ്മയെ ആശ്രയിച്ചാണ് ദിൽഷാദിന്റെ ജീവിതം. മരിച്ചുന്നവരെ നോക്കണം.
അതിനുള്ള ആൾക്കാർ അതിന് വേണം. ഒരാൾക്കാരോട് പറയല്ല, അപ്പം നമ്മളെന്താ ആൾക്കാർ രണ്ടാളൊക്കെ ഉണ്ട്, കുട്ടിയത് കൊടുന്നു കൊടുക്കുന്നുണ്ട്. അതിട്ടൊന്നും ഇപ്പൊ അതിന്റെ ജീവിതമായില്ലല്ലോ. ഇനി മേലാക്കല്ല നോട്ടം വേണം. ഒന്നിന്റെ മരിച്ചുക്കുള്ളൂ, ഒന്നിന്റെ ഇട്ട് പോയിക്കുള്ളൂ. അത് 2 കുട്ടികളെ അത് തണ്ടിച്ചിട്ടാണ് ബെൽറ്റ് ഉണ്ടാക്കുന്നത്. അതിന്റെ തന്നെയാണ് ബെല് നിൽക്കുന്നതും. വേറെ ഒരു വരായോൽക്കില്ലത്. ഈ പെൻഷൻ പൈസ മാത്രമുള്ള ആയിട്ടുകൾക്ക് 2 രൂപക്കുണ്ട് പെൻഷൻ, ഈ മരിച്ച തള്ളക്കുണ്ട് പെൻഷൻ, അല്ലാതെ ഒരു വരായില്ല. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മകൾ എന്തു ചെയ്യുമെന്നായിരുന്നു ഫാത്തിമ ബിയുടെ എന്നത്തെയും ആദിയെന്ന് അയൽവാസികൾ പറഞ്ഞു. ഫാത്തിമ ബിയുടെ മരണത്തോടൊപ്പം ദിൽഷാദിന്റെ ഒറ്റപ്പെടലും നാടിനെ കണ്ണീരിലാഴ്ത്തുകയാണ്. ഒറ്റപ്പാലം പാലപ്പുറത്ത് റോഡരികിൽ നിർത്തിയിട്ട ബൈക്കിൽ പിക്കപ്പ് വാൻ ഇടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരൻ ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പാർത്തല കുറ്റിപ്പുളിക്കൽ 28-കാരനായ ആദിത്യനാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 പാലപ്പുറം പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. പാതയോരത്തെ കടയിൽ നിന്ന് ചായ കുടിച്ച ശേഷം തിരിച്ചു ബൈക്കിൽ കയറുന്നതിനിടെയാണ് യുവാവ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട വാൻ ബൈക്കിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് കണ്ണേമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആദിത്യൻ ഇന്നലെ വൈകിട്ടോടെയാണ് മരിച്ചത്. അപകടത്തിൽ പിക്കപ്പ് വാനിലുണ്ടായിരുന്ന പാലപ്പുറം സ്വദേശി മിഥുന് പരിക്കേറ്റിരുന്നു. അട്ടപ്പാടി ചുരത്തിൽ അടർന്നു വീണ പാറ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് ചുരം 9-ാം വളവിൽ വലിയ പാറ അടർന്നു വീണ് ഗതാഗതം മുടങ്ങിയത്. 7 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30-ഓടെയാണ് 9-ാം വളവിൽ 20 അടി ഉയരത്തിൽ നിന്ന് റോഡിലേക്ക് കൂറ്റൻ പാറ വീണത്. ഇതോടെ ചുരത്തിൽ രോഗിയുമായി എത്തിയ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങി. വാഹനങ്ങൾക്ക് മുകളിൽ പാറയും മണ്ണും വീഴാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. 10-ാം വളവിന് മേൽഭാഗത്ത് മന്ദപ്പൊട്ടിയിൽ മരവും റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇതോടെ 2 വശത്തും കുടുങ്ങിയ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തിരിച്ചു പോകാനും പറ്റാത്ത സ്ഥിതിയിലായി. അട്ടപ്പാടിയിലെ അഗ്നിരക്ഷാസേന യൂണിറ്റ് എത്തി മരം മുറിച്ചു നീക്കി മന്ദംപൊട്ടി ഭാഗത്തെ ഗതാഗതം വൈകിട്ടോടെ പുനഃസ്ഥാപിച്ചു. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെ രാത്രി 9 മണിയോടെയാണ് ചുരത്തിൽ വീണ പാറ നീക്കിയത്. ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് വാളണ്ടിയർമാർ, പോലീസ്, റവന്യൂ അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ഞായറാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ മഴയിൽ അലനല്ലൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചുറ്റുമതിൽ വീണ്ടും തകർന്നു. അലനല്ലൂർ കൂമഞ്ചിറ റോഡിലേക്കാണ് മതിൽ തകർന്നു വീണത്. 10 അടിയോളം ഭാഗം തകർന്ന് അലനല്ലൂർ കൂമഞ്ചിറ റോഡിലേക്കാണ് മതിൽ വീണത്. രാത്രി 11 മണിക്ക് ശേഷമായതിനാൽ റോഡിൽ വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഇല്ലാത്തത് അപകടം ഒഴിവായി. 1970-ലാണ് സ്കൂളിന് ചുറ്റുമതിൽ നിർമ്മിച്ചതെന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ പറഞ്ഞു. കാലപ്പഴക്കം കാരണം അലനല്ലൂർ കൂമഞ്ചിറ റോഡ് ഭാഗത്തുള്ള മതിൽ പല ഭാഗങ്ങളിലായി പൊളിഞ്ഞു വീഴുന്നുണ്ട്. സ്കൂളിനകത്തെ മഴവെള്ളം മതിൽക്കെട്ടിനുള്ളിലൂടെ ഒഴുകുന്നതും മതിൽ പൊളിയുന്നതിന് കാരണമാകുന്നുണ്ട്. മതിൽ നിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയതായി അറിയിച്ചിരുന്നു. എന്നാൽ പ്രവൃത്തി നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോട്ടപ്പാടം ടൗണിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. റോഡരികിൽ കൂട്ടമായി എത്തുന്ന നായ്ക്കളെ പേടിച്ച് വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വാഹനങ്ങളുടെ മുന്നിലേക്ക് ചാടിയും നായ്ക്കൾ അപകടം സൃഷ്ടിക്കുന്നു. അലക്ഷ്യമായി തള്ളുന്ന മാലിന്യമാണ് ടൗണിൽ നായ്ക്കൾ പെരുകാനുള്ള പ്രധാനമായ കാരണം. കോട്ടപ്പാടം ടൗണിലെ ഭാഗങ്ങളിൽ പല കൂട്ടങ്ങളായാണ് തെരുവ് നായ്ക്കൾ അലഞ്ഞു നടക്കുന്നത്. സംസ്ഥാന പാതയോരത്ത് നായ്ക്കൾ കൂട്ടമായി എത്തുന്നത് സ്കൂൾ, മദ്രസ വിദ്യാർത്ഥികൾക്കും മറ്റ് കാൽനടയാത്രക്കാർക്കും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. റോഡിലേക്ക് ഓടിവരുന്നതും അലക്ഷ്യമായി നടക്കുന്നതും ചെറിയ വാഹനങ്ങളെ അപകടത്തിലാക്കുന്നുണ്ട്. സ്ഥാപനത്തിനു മുന്നിൽ കൂട്ടത്തോടെ നായ്ക്കൾ നിൽക്കുന്നതിനാൽ ഭയന്ന് ആളുകൾ വരുന്നില്ലെന്നും ഉടമകൾ പറയുന്നു. ടൗണിലും പരിസരത്തും അലക്ഷ്യമായി തള്ളുന്ന ഭക്ഷണാവശിഷ്ടങ്ങളാണ് ഇത്രയധികം നായ്ക്കൾ പെരുകാൻ കാരണം. ഒരുപാട് കടമ്പകൾക്ക് ശേഷം നടപ്പാക്കാൻ കഴിയുന്ന വന്ധീകരണം മാത്രമാണ് നിലവിലെ നിയമവ്യവസ്ഥിതിയിൽ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന ഏക പോംവഴി. EMS റോഡ് വഴി ചെറുപ്പശ്ശേരിയിൽ വീണ്ടും ഒരു യാത്ര പോയാലോ? അയ്യോ, വേണ്ടെന്നായിരിക്കും മിക്കവരുടെയും മറുപടി. കാരണം ഇതാണ്.
ചെർപ്പുളശ്ശേരി നഗരത്തിലെ പ്രധാന റോഡായ EMS റോഡിന്റെ അവസ്ഥയാണിത്. കുണ്ടും കുഴികളും വെള്ളക്കെട്ടും നിറഞ്ഞ് അതീവ ദുരിതമാണ് ഇതുവഴിയുള്ള യാത്ര. ചെർപ്പുളശ്ശേരിയിൽ നിന്നും ചളവറ, 10-ാം മൈൽ, അറേക്കാവ് തുടങ്ങിയ ഭാഗങ്ങളിലേക്കെല്ലാം പോകുന്ന പ്രധാന റോഡാണ് EMS റോഡ്. എന്നാൽ ഇതുവഴിയുള്ള യാത്രയാവട്ടെ അതികഠിനവും. റോഡിന്റെ പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ്. കാൽനട യാത്രക്കാർക്ക് പോലും സുരക്ഷിതമായി നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണിവിടെ. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ചാലുകീറി റീസ്റ്റോറേഷൻ പ്രവർത്തികൾ നടത്തിയ ഭാഗങ്ങളിലെല്ലാം കോൺക്രീറ്റ് ഒലിച്ചുപോയി വലിയ ചാലുകളായി മാറിയിട്ടുണ്ട്. വീതി കുറഞ്ഞ റോഡിൽ തുരുതുരയുള്ള കുഴികൾ ഇരുചക്രവാഹന യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ്. വലിയ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ കുഴി ഏതാണെന്ന് മനസ്സിലാവാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. മലബാർ പോളിടെക്നിക് ക്യാമ്പസ് ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കെല്ലാം വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് ഈ വഴിയാണ്. കൂടാതെ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങളും ഈ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ നിലവിലെ അവസ്ഥ അതിദുരിതമാണ്. കാലങ്ങളായി തുടരുന്ന EMS റോഡിന്റെ ശോചനീയാവസ്ഥ എന്നു പരിഹരിക്കുമെന്ന ചോദ്യം ഉത്തരമില്ലാതെ ബാക്കിയാവുകയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് കൈതച്ചിറ മാസപ്പറമ്പിൽ കുന്തിപ്പുഴ കാണാനെത്തിയയാളും ചെറുമകളും പുഴയിൽ വീണ് അപകടം. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ ദുരന്തമൊഴിവായി. നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവർമാരും ചേർന്നാണ് ഇരുവരെയും രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചത്. മണ്ണാർക്കാട് ആണ്ടിപ്പാടം സ്വദേശി 65-കാരനായ മരക്കാരും കൊച്ചുമകൾ 6 വയസ്സുകാരി ഇഷാമറിയം എന്നിവരാണ് പുഴയിൽ വീണത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. മാസപ്പറമ്പ് ഭാഗത്ത് റോഡിൽ നിന്ന് പുഴ കാണുന്നതിനിടെ അബദ്ധത്തിൽ താഴ്ചയിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഉടൻ തന്നെ നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവർമാരും സ്ഥലത്തെത്തി വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി പാതയിൽ ആനമങ്ങാട് മുറിച്ചിട്ട മരത്തിന്റെ ചില്ലകളും തടികളും റോഡരികിൽ നിന്നും നീക്കം ചെയ്തില്ല. പരിഹാരം ആവശ്യപ്പെട്ട് ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് പെരിന്തൽമണ്ണ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. നാട്ടുകാരും വാടങ്കം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇന്നും പണിക്കാർ അറേഞ്ച് ചെയ്തു കിട്ടിയിട്ടില്ല. ഇനി വേറൊരാളോട് ഈ വർത്തമാനം പറയുന്നത് രാവിലെ പറഞ്ഞത് അപ്പൊ ഞാൻ വന്നിട്ടുണ്ടെന്ന് മൂപ്പരത് കാണട്ടെ, ഞങ്ങൾ പോണുള്ളൂ, അത് കണ്ടിട്ടേ പോണുള്ളൂ. അത് അതൊക്കെ മരം മരം ഇന്നലെ ഞങ്ങൾ മാറ്റി, മരം ഇന്ന് കൊടുത്തോളൂ. മരം ഇന്ന് പഞ്ചായത്തിലെ പരിധിയിലുള്ള PWD വെട്ടിയിട്ട മുഴുവൻ മരങ്ങളും ഇന്ന് ഇവിടെ കൊടുത്തിടും. ഇവിടുന്ന് ഒരു അടി സംസ്ഥാനമില്ല. ആ കോടതി സാധനമാണ് കൊടുത്തിടും. അതിന്റെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ തീരുമാനപ്രകാരം ലേലം വിളിച്ചെടുത്താണ് ആനമങ്ങാട്ടെ പാതയോരത്തെ മരം മുറിച്ചത്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വെട്ടിയിട്ട ഈ മരത്തിൻ്റെ തടികളും ചില്ലകളും മറ്റും തടസ്സമാണ്. ഈ പ്രശ്നം കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആളുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന ഇവ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് മെമ്പർ PP രാജേഷ് ഉൾപ്പെടെയുള്ള നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കിയില്ല. 2 ആഴ്ച മുമ്പാണ് മരം മുറിച്ചത്. പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, വൈസ് പ്രസിഡന്റ് ഷീജാമോൾ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ഒരു ഓഫീസിലേറെ നമ്മൾ പൊതുജനങ്ങളോട് മറുപടി പറഞ്ഞു. നമ്മളെ പൊതുപ്രവർത്തകരാകുമ്പോഴോ പ്രയാസങ്ങൾ വലിയ ഇവിടെ ഈ സീറ്റിലിരിക്കുമ്പോൾ മാന്യത പുലർത്തിയാലും വേണം. ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ ആ രീതിയിലെങ്കിലും നമ്മൾ സംസാരിക്കണം. എല്ലാ തമ്മാടത്തേക്കും നിങ്ങൾക്ക് കളിക്കാൻ നിൽക്കാറ നടക്കൂല. നിങ്ങൾക്ക് ഈ പ്രശ്നമല്ലേ? ഞങ്ങൾ 4 ആള് വരുമ്പോഴേ ഞങ്ങളുടെ മുന്നിൽ ജനങ്ങൾ വരികയാണ്. പൊതുജനങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരുന്നത് പഞ്ചായത്തിന്റെ മുന്നിലേ വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണണമെന്നും ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാകാതെ തിരിച്ചു പോകില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷരായ ജുബീല ലത്തീഫ്, CH ഹമീദ്, പഞ്ചായത്ത് അംഗം PP രാജേഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു.
പ്രശ്നം പരിഹരിക്കാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വരാത്തതിനെ തുടർന്ന് മരത്തടികളും കൊമ്പുകളും PWD ഓഫീസിന് മുന്നിൽ വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളി. വിഷയം അധികൃതർ ഗൗരവമായി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു നീക്കം ഉണ്ടായത്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പൂളച്ചിറ കാക്കത്തിരുത്തി റോഡിൽ യാത്രാ ദുരിതം. നൂറുകണക്കിന് കുടുംബങ്ങളാണ് യാത്രാ ദുരിതം നേരിടുന്നത്. പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ. പയ്യനട റോഡിൽ പൂളച്ചിറ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന റോഡ് വെള്ളപ്പാടം, മൈലാമ്പാടം, എടേരം ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഉപമാർഗമാണ്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. റോഡ് ആരംഭിക്കുന്നത് മുതൽ കുഴികൾ രൂപപ്പെട്ട് തകർന്നാണ് കിടക്കുന്നത്. മഴവെള്ളം കുഴികളിൽ മൂടിയതോടെ ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീഴുന്നത് പതിവായി. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. 2 വർഷത്തിലേറെയായി അറ്റകുറ്റപ്പണി പോലും നടത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ പാർപ്പൊടിയിട്ട് കുഴി അടച്ചിരുന്നു. അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. വണ്ടികൾ വേണ്ട കുട്ടികളും സ്കൂളിലും മദ്രസയിലൊക്കെ പോകുന്ന കുട്ടികളാണ്. അവരൊക്കെ സൈക്കിളിൽ ഉരുണ്ടിട്ടും ചെളിയിൽ പരണ്ടിട്ടൊക്കെയാണ് പോണത്. ഇവിടെ ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിൽ പറഞ്ഞ്. അതിന് യാതൊരു ഇതുവരെ ഒരു ഇത് കിട്ടിയില്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന പണിയൊന്നും അല്ലല്ലോ. ഇപ്പോൾ 3-4 ലോഡ് ഇവിടുന്ന് ഇട്ടു. അപ്പോൾ അവർ അന്വേഷിച്ച് പറഞ്ഞു അത് പഞ്ചായത്തിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഇട്ടതാണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ 3-4 ലോഡ് ഇവിടെ കൊടുത്തിട്ട് അത് കുറേ ആയി, 5-6 മാസമായി. അതായി അച്ഛനും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോലെ തന്നെ അത് നിരത്തി ഇതാക്കിയൊക്കെ ചെയ്തത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആ വീടിൻ്റെ ആ മൂല മുതൽ ഈ മൂല വരെ പിന്നെ മഴയത്തുങ്ങൾ വന്നോണം. ഇപ്പം മഴ അല്ലല്ലോ. അത് മുതൽ ഇതുവരെ നടക്കാനും കൂടിയും പാടില്ലാത്ത അവസ്ഥയാണ്. അതേസമയം അറ്റകുറ്റപ്പണി നടത്തുന്നതിന് കരാർ നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഗുപ്തൻ സേവന സമാജം ശ്രീകൃഷ്ണപുരം മേഖലാ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും അനുമോദന സദസ്സും സംഗീതശില്പം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് കുട്ടികൃഷ്ണൻ വാർഷികം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പാലക്കാട് വിമുക്തി മിഷനിലെ എക്സൈസ് ഓഫീസർ MP അബ്ദുറഹ്മാൻ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, അത് അഫാൻ എന്ന 23 വയസ്സുകാരൻ്റെ ഒരു മാനസിക സുഖമുണ്ട്. ഇമ്പൾസീവ് റിയാക്ഷൻ എന്ന് പറയും, സൈക്കിക് ഡിസോർഡർ. ഇമ്പൾസീവ് റിയാക്ഷൻ, പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്ന് പറയും. ആ അസുഖത്തിൻ്റെ ഇരകളാണ് ഈ 2000-ന് ശേഷം ജനിച്ച നമ്മുടെ മക്കളിൽ ബഹുഭൂരിപക്ഷവും. അവിടെയാണ് പ്രശ്നം. എന്താ ഇമ്പൾസീവ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട 23-ാമത്തെ വയസ്സിലെ ഏറ്റവും വലിയ സീരിയൽ കില്ലർ. കക്കുഴി നാരായണൻകുട്ടി ഗുപ്തൻ പ്രസിഡന്റ്, P ശശികുമാർ സെക്രട്ടറി, M ടാമി ഗുപ്തൻ ട്രഷറർ എന്നിവരെ ഭാരവാഹികളായി സമ്മേളനം തിരഞ്ഞെടുത്തു. മേഖലാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ കറുത്താത്ത് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. മേഖലാ ഗുപ്തൻ വനിതാ സേവന സമാജം സംസ്ഥാന പ്രസിഡന്റ് സിന്ധു ശശികുമാർ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലീല രാജൻ, NV മുരളീകൃഷ്ണൻ, രാജൻ കല്ലമ്പറമ്പിൽ, ഭാസ്കരൻ ചിങ്ങനഴി, നാരായണൻകുട്ടി ഗുപ്തൻ, സുബ്രഹ്മണ്യൻ കൊങ്ങശ്ശേരി, സുധാകരൻ കളത്തിൽ, പ്രശാന്ത് കുറ്റിച്ചിറ, സന്തോഷ്, സുജിത് കുമാർ ഗുപ്ത, ബാലസുബ്രഹ്മണ്യൻ, വിജയഗുപ്തൻ, രാമചന്ദ്രൻ കുന്നത്ത് എന്നിവർ പ്രസംഗിച്ചു. ചെറുപ്പശ്ശേരി നഗരസഭയുടെ ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള തൊഴിൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. 1 മാസത്തെ ക്യാമ്പിനാണ് തിങ്കളാഴ്ച സമാപനമായത്. ചെർപ്പുളശ്ശേരി നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തിയ തൊഴിൽ പരിശീലന ക്യാമ്പാണ് തിങ്കളാഴ്ച സമാപിച്ചത്. നഗരസഭാ ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ വിനിയോഗിച്ച് 1 മാസം നീണ്ടുനിന്ന ക്യാമ്പിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കേക്ക് നിർമ്മാണം, LED ബൾബ് നിർമ്മാണം, നെറ്റിപ്പട്ടം, കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയുടെ നിർമ്മാണമാണ് പരിശീലിപ്പിച്ചത്. കുട്ടികളും രക്ഷിതാക്കളും നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ക്യാമ്പിൽ പ്രദർശിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C കമലം അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KT പ്രമീള, VT സാദിഖ് ഹുസൈൻ, K മിനി, ബഡ്സ് സ്കൂൾ അധ്യാപിക സ്വയംപ്രഭ, CDS ചെയർപേഴ്സൺ തുടങ്ങിയവരും കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് MET ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഫിയസ്റ്റ് 2025 ചടങ്ങ് സംഘടിപ്പിച്ചു. ഗതാഗത വകുപ്പ് സെക്രട്ടറി PB നൂഹ് ഉദ്ഘാടനം ചെയ്തു. ജീവിത വിജയത്തിന് മാർക്ക് മാത്രമല്ല മാനദണ്ഡമെന്ന് അദ്ദേഹം പറഞ്ഞു.
Welcome clap. USS, LSS, MTSE, SSLC വിജയികളെ അനുമോദിക്കുന്നതിനാണ് MET സ്കൂൾ മെറിറ്റ് ഫിയസ്റ്റ സംഘടിപ്പിച്ചത്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് നല്ല ജോലി ലഭിക്കണമെന്നില്ലെന്ന് ഉദ്ഘാടനം ചെയ്ത PB നൂഹ് പറഞ്ഞു. ഉയർന്ന മാർക്ക് വാങ്ങുന്നതോടൊപ്പം ചുറ്റുമുള്ള അവസരങ്ങൾ നിരീക്ഷിക്കുകയും ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും നല്ല സ്കോർ കിട്ടിയത് കൊണ്ട് നല്ല ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചു. അപ്പോൾ ഈ കിട്ടുന്ന മാർക്കിനുപരിയായിട്ട് മറ്റെന്തൊക്കെ സ്കില്ലുകളാണ് നമുക്ക് വേണ്ടത്? നിങ്ങൾക്ക് ചുറ്റുമുള്ള പരിസരം നല്ല രീതിയിൽ നിരീക്ഷിക്കുന്ന, നിങ്ങൾക്ക് ചുറ്റുമുള്ള അവസരങ്ങളെ നല്ല രീതിയിൽ നോക്കിക്കണ്ട് പഠിക്കുന്ന, നല്ല രീതിയിൽ ഒബ്സർവേഷൻ സ്കില്ലുകളുള്ള കുട്ടികളായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന, ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് വായിച്ച് മെമ്മറൈസ് ചെയ്തെന്ന് മാത്രം പോരാ, ആഴത്തിൽ അനലൈസ് ചെയ്യുന്ന കുട്ടികളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിൽ ചെയ്യുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് മുന്നിൽ നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോയേക്കാമെന്നുള്ള കാര്യം ഓർമ്മയുണ്ടാകും. സോ നിങ്ങൾക്ക് താഴെ ആയിരക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാകാം. ഈ ആയിരക്കണക്കിന് ആളുകളുടെയും അറ്റൻഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അവരെ കൊണ്ട് ചെയ്തെടുക്കാനുള്ള കഴിവ് കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് മാർക്ക് കൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക? അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഉദ്ഘാടന വേളയിൽ വിദ്യാർത്ഥികൾക്കായി ഒരു ടാസ്ക് നൽകാനും PB നൂഹ് IAS മറന്നില്ല. ഇഷ്ടപ്പെട്ട ഭാഷയിൽ താല്പര്യമുള്ള വിഷയം 1 മിനിറ്റ് സംവദിക്കാനായി ഒരു വിദ്യാർത്ഥിയെ അദ്ദേഹം സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആത്മീക 1 മിനിറ്റിൽ മികച്ച പ്രഭാഷണം നടത്തി കയ്യടി വാങ്ങിയാണ് മടങ്ങിയത്. I have started reading from what I remember from 3rd standard, and my favorite book was this one called Ella Arteden by Laura Singh. I don't know how many of you know about that book, but it's a great one if you're trying to get into reading in English. Excellent. ഇത് എല്ലാവർക്കും കഴിയുമെന്നും അതിനായി വിദ്യാർത്ഥികൾ തയ്യാറാവണമെന്നും PB നൂഹ് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. MET പ്രസിഡന്റ് C മുരളികുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ വിദ്യാനൂപ്, MET സെക്രട്ടറി ജോബ് ഐസക്, M പുരുഷോത്തമൻ, മത്തായി അയ്യപ്പൻ, ബിനു ജേക്കബ്, പ്രൊഫസർ സാബു ഐപ്പ്, KA ശിവദാസൻ, ബാസിദ് മുസ്ലിം, TK സുബ്രഹ്മണ്യൻ, അബു താഹിർ, NK രോഹിണി എന്നിവർ പ്രസംഗിച്ചു. മലപ്പുറം ജില്ലയിൽ SSLC പരീക്ഷ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 പഠന സൗകര്യമൊരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സലീം കുരുവമ്പലം ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ പാതായിക്കര മേഖല MSF കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സലീം കുരുവമ്പലം. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് CH മുഹമ്മദ് കോയ വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും ഓരോ വർഷവും ജില്ലയിൽ വിജയികൾ കൂടുന്നത് അതിന്റെ ഫലമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സലീം കുരുവമ്പലം പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് +1 പഠനത്തിന് സൗകര്യം ഒരുക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് സലീം കുരുവമ്പലം ആവശ്യപ്പെട്ടു. പാതാക്കര മേഖലയിൽ ഈ വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും LSS USS മദ്രസ പൊതുപരീക്ഷയിൽ ടോപ്പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വാർഡ് MSF പ്രസിഡന്റ് C നസീഫ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറിയും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ്, STU നിയോജക മണ്ഡലം പ്രസിഡന്റ് തെക്കത്ത് ഉസ്മാൻ, തായിഫ്, KMCC നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുസ്തഫ മേലേതിൽ, ഉമ്മുൽ കുവൈൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പുളിക്കൽ ഉണ്ണീൻകുട്ടി, ഉണ്ണീൻ പിലാക്കൽ, മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീർ, ട്രഷറർ പച്ചീരി ജലാൽ, വാർഡ് ലീഗ് ട്രഷറർ താണിൻ അസീസ് തുടങ്ങിയവരും വാർഡ്, മേഖല, മുനിസിപ്പൽ യൂത്ത് ലീഗ് MSF ഭാരവാഹികളും ചടങ്ങിൽ സംസാരിച്ചു. ലഹരിക്കെതിരെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ പാതായിക്കര കോവിലകമ്പടി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ മത്സരം ഒരുക്കിയത്.
ലഹരിക്കെതിരെ പാതായ്ക്കര പ്രദേശത്തെ 8 ടീമുകളെ പങ്കെടുപ്പിച്ചാണ് പ്രീമിയർ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. കോരിച്ചൊരിയുന്ന മഴയത്ത് ആവേശത്തോടെ മത്സരം നടന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റിൽ പങ്കെടുത്ത മുഴുവൻ താരങ്ങളും ലഹരിക്കെതിരെ പ്രതിജ്ഞ ചെയ്തു. ഫൈനൽ മത്സരത്തിലെ വിജയികൾക്ക് പച്ചേരി ജലാൽ ട്രോഫികൾ വിതരണം ചെയ്തു. ചടങ്ങിൽ വാർഡ് യൂത്ത് ലീഗ് പ്രസിഡന്റ് താണിയൻ അഫ്സൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മേലേതിൽ മുനീർ, മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി അംഗം കുറ്റീരി മൂസ, മുനിസിപ്പൽ MSF ഭാരവാഹികളായ അൻസാർ പൂവത്തുംപറമ്പിൽ, ഫാസിൽ മേലേതിൽ, ഉനൈസ് കുന്നത്ത്, KMCC ഭാരവാഹികളായ പുളിക്കൽ ഉണ്ണീൻകുട്ടി, ചീരൻകുഴിയിൽ ഷംസു തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് ലീഗ് ഭാരവാഹികളായ താണിയൻ അസീസ്, കുന്നത്ത് ഫാസിൽ, നജീബ് ചീരക്കുഴിയിൽ, ഷൗക്കത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കടമ്പടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രി ശോചനീയമായ അവസ്ഥയിൽ. മഴക്കാലം വന്നതോടെ പൊട്ടിയ ഓടിനടിയിലൂടെ വെള്ളമൊഴുകുകയും മരുന്നുകൾ നനയുകയും ചെയ്യുന്ന സ്ഥിതിയാണിപ്പോൾ. ആശുപത്രി കെട്ടിടം നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളവും ചെളിയും നിറഞ്ഞ മൃഗങ്ങളെ കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ആശുപത്രി പരിസരം. പഞ്ചായത്ത് അധികൃതരോട് പരാതി അറിയിച്ചപ്പോൾ വിഷയം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് മറുപടി ലഭിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. മൃഗാശുപത്രി വാടക കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതായി ഡോക്ടർ രേഷ്മ പറഞ്ഞു. എന്നാൽ വാടക കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ സൗകര്യപ്രദമാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം 1.5 മാസം മാക്സിമം അത്ര ആയിട്ടുള്ളൂ. ട്രാൻസ്ഫർ ആയി വന്നാണ്. അപ്പൊ വന്നപ്പോൾ തന്നെ ഞാൻ ഈ പഞ്ചായത്തിനോട് പറഞ്ഞായിരുന്നു, ഇവിടെ തീരെ വാക്കിംഗ് ഫെസിലിറ്റി എല്ലാം ഫുള്ള് ചോർച്ചയാണ്, OP വളരെ കൂടുതലാണ്, ആനിമൽസും ആൾക്കാർ വരെ തെന്നി വീണ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെ കാണിച്ച് ഞാൻ പഞ്ചായത്തിൽ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ ഉടനെ പരിഹാരം ഉണ്ടാക്കാവുന്ന നല്ലൊരു സമീപനമാണ് പഞ്ചായത്തിന് കിട്ടിയത്. പക്ഷെ അവര് പറയണേ ഇത്ര നാളും ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നാണ്. അതായത് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പരാതി, ഈ കെട്ടിടം ഒരു ഉപയോഗപ്രദമല്ല എന്ന രീതിയിൽ, സുരക്ഷിതമായി പ്രവർത്തിക്കാൻ പറ്റാത്തതാണ് എന്ന രീതിയിൽ ഒരു പരാതി കിട്ടിയെന്നാണ് പഞ്ചായത്തിലുള്ളവർ പറഞ്ഞത്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വന്ന 1.5 മാസത്തിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ വീഴാൻ പോയി. ഇതേപോലത്തെ അവസ്ഥ ഇങ്ങനെ തെന്നി കിടക്കുകയായിരുന്നു. ഒരാൾ വീഴാൻ പോയി. അപ്പൊ അവിടെയൊക്കെ നമ്മളിപ്പോ പറയേണ്ട അവസ്ഥയാണ്, നിങ്ങൾ സൂക്ഷിച്ച് നടക്കൂ, തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. എല്ലാ റൂമും ചോർന്നൊലിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ കെട്ടിടം. പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തുകാര് ഉടനെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം അവർ സമ്മതം നൽകിയിട്ടുണ്ട്. ഇനി പക്ഷെ എത്രത്തോളം ഒരു വാടക കെട്ടിടം ഫീസിബിൾ ആവുമെന്ന് അറിയില്ല. പെരിന്തൽമണ്ണ ചെറുകര റെയിൽവേ ഗേറ്റിൽ ആധുനിക CCTV ക്യാമറ സ്ഥാപിച്ചു. ചെറുകര ഗേറ്റ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ CCTV ക്യാമറ ഉദ്ഘാടനം ചെയ്തു. ചെറുകര റെയിൽവേ ഗേറ്റ് പരിസരം ആധുനിക CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലായി. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണ് ഈ CCTVയുടെ നിയന്ത്രണം. ചെറുകര റെയിൽവേ ഗേറ്റ് വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ CCTV ക്യാമറ സംവിധാനം ഉദ്ഘാടനം ചെയ്തു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം K വിജയലക്ഷ്മി, T അബ്ദുൽ ലത്തീഫ്, PK റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. അലിഗഡ് യൂണിവേഴ്സിറ്റി കേന്ദ്രത്തിലേക്കുള്ള റോഡ്, ചെറുകര AUP സ്കൂൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഓട്ടോ സ്റ്റാൻഡ് തുടങ്ങിയവയും പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡും ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയും ഉൾപ്പെടുന്ന ഇവിടം ഏത് സമയവും തിരക്കേറിയ ഭാഗമാണ്. ഈ ഭാഗത്ത് CCTV ക്യാമറ സ്ഥാപിച്ചതോടെ കൂടുതൽ നിരീക്ഷണങ്ങൾക്ക് സംവിധാനമായി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വാണിയംകുളം മാന്നന്നൂർ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് MP സതീഷ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണോദ്ഘാടനം പിന്നിട്ട് 4 വർഷം പൂർത്തിയായിട്ടും തകർന്നു കിടക്കുന്ന വാണിയംകുളം മാന്നന്നൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് MP സതീഷ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട റോഡാണ് വാണിയംകുളം മാന്നന്നൂർ റോഡ്. മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം. സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾ നിരന്തരം രാവിലെയും വൈകുന്നേരവുമായി യാത്ര ചെയ്യുന്ന പ്രദേശം. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഇത് യാത്ര ചെയ്യേണ്ട ഒരു അവസരമുണ്ടായി. സാധാരണ ഒരു ബൈക്കിൽ പോലും പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഈ പ്രദേശം. സാധാരണപ്പെട്ട പാവങ്ങളായ ഓട്ടോറിക്ഷക്കാര് വളരെ പ്രതിസന്ധിയിലാണ് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്.
സാധാരണക്കാരായ ആളുകൾക്ക് ഓട്ടോറിക്ഷയിൽ പോകാൻ പോലും പറ്റാത്തൊരവസരമുണ്ട്. BJP പാർലമെന്ററി പാർട്ടി ലീഡർ AP പ്രസാദ് അധ്യക്ഷനായി. വാണിയംകുളം ഏരിയ പ്രസിഡന്റ് P സുനിൽകുമാർ, ജില്ലാ സെക്രട്ടറി N മണികണ്ഠൻ, മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി P ജയരാജ്, K ഗോപിനാഥ്, മണ്ഡലം സെക്രട്ടറി വിജു കണ്ണൻ, മനുശ്ശേരി ഏരിയ പ്രസിഡന്റ് AC സുബ്രഹ്മണ്യൻ, വാണിയംകുളം മുൻ ഏരിയ പ്രസിഡന്റ് T ബാബു, വാർഡ് മെമ്പർമാരായ U പ്രസീത, TG ശാലിനി, KT ആശാദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി. പാതയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു. കേരള കൈക്കോള മുതലി സംഘം പാലപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി N തങ്കപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള കൈക്കോള മുതലി സംഘം പാലപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചത്. സമുദായത്തിലെ 1 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. KKMS സംസ്ഥാന ജനറൽ സെക്രട്ടറി N തങ്കപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൺവീനർ A ഭക്തവത്സരൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് ബാബു സുബ്രഹ്മണ്യൻ, പാലപ്പുറം യൂണിറ്റ് സെക്രട്ടറി PA പെരുമാൾ, സംസ്ഥാന വനിതാ കോർഡിനേറ്റർ R നടരാജൻ, വനിതാ വേദി പ്രസിഡന്റ് A വിജയലക്ഷ്മി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ N സോമസുന്ദരൻ, L രാജേന്ദ്രൻ, യൂണിറ്റ് ട്രഷറർ P മണികണ്ഠൻ തുടങ്ങിയവരും സംസാരിച്ചു. ഒറ്റപ്പാലം പാലപ്പുറം ഈ അൻതുൽ മുസ്ലിമിൻ സെക്കൻഡറി മദ്രസയിൽ പുതുതായി ആരംഭിച്ച ഡിജിറ്റൽ ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നടന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഒറ്റപ്പാലം റേഞ്ച് വൈസ് പ്രസിഡന്റ് സയ്യിദ് അബൂ ത്വാഹിർ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുതായി ആരംഭിച്ച സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. മദ്രസ ഹാളിൽ വെച്ച് നടന്ന പരിപാടി സമസ്ത കേരള ജമയത്തുൽ മുഅല്ലിമീൻ ഒറ്റപ്പാലം റേഞ്ച് വൈസ് പ്രസിഡന്റ് സയ്യിദ് അബൂ ത്വാഹിർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇയാനത്തുൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് CK മുഷ്താഖ് അധ്യക്ഷനായി. മദ്രസ PTA ഭാരവാഹികളായ PP ഹുസൈൻ, K അനീഫ്, M ഹംസ, KM നിസാർ, KV അബ്ദുൽ സമദ്, CK നൌഷാദ് അലി തുടങ്ങിയവരും പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുളക്കാട്ടുകുറിശ്ശിയിൽ വിജയോത്സവം 2025 എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC, +2, LSS, USS പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം K ലീല അധ്യക്ഷത വഹിച്ചു. ഹരിദാസൻ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തി. പരിപാടിയിൽ ഉഷാദേവി, രാജൻ കല്ലംപറമ്പിൽ, ശ്രീരാഗ്, P വിജയലക്ഷ്മി, ഭാഗ്യലക്ഷ്മി, KM യാസർ, ഷീജ എന്നിവർ സംസാരിച്ചു. പക്ഷേ അത് പറഞ്ഞിട്ടോ ഇതുവരെ ഞങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു. പക്ഷെ ഞങ്ങൾ അവസരങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. എന്തായാലും നമ്മള് നല്ല രീതിയിൽ ഈ ക്ലാസ്സുകൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിലും നല്ല കുട്ടികളായ മനുഷ്യത്വമുള്ള കുട്ടിയാണെന്നൊരു കുട്ടി പറഞ്ഞു. നമ്മുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളിലും മനുഷ്യത്വമുള്ളതായിരിക്കണം. കാരണം മനുഷ്യത്വമുള്ള നമ്മൾ എന്തായാലും ഡോക്ടറായാലും നഴ്സായാലും എഞ്ചിനീയർ ആയാലും നമ്മള് ഈ മണ്ണാർക്കാട് ഞെട്ടരക്കടവ് റോഡിൽ ലോറി കേടുവന്നതോടെ പെരുമ്പടാരി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. പെരുമ്പടാരിയിലെ അരി ഗോഡൌണിലേക്ക് അരിയുമായി എത്തിയ 10 ചക്രമുള്ള ലോറിയാണ് കേടുവന്നത്. ഗോഡൌണിലേക്ക് പിന്നോട്ടെടുത്ത ലോറി കയറ്റാനുള്ള ശ്രമം പരാജയപ്പെടുകയായിരുന്നു. ഇതോടെയാണ് റോഡിന് കുറുകെ ലോറി അകപ്പെട്ടത്. ലോറിയിലെ അരി ഇറക്കിയ ശേഷമാണ് റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴയിൽ തെങ്കരയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് വയോധിക മരിച്ചു. മരിച്ചത് 80-കാരിയായ ഫാത്തിമ ബിയുടെ മരണത്തോടെ തനിച്ചായി മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ. ഒറ്റപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ട ബൈക്കിൽ പിക്കപ്പ് ഇടിച്ചു പരിക്കേറ്റ യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശി ആദിത്യനാണ് മരിച്ചത്. അട്ടപ്പാടി ചുരത്തിൽ അടർന്നു വീണ പാറ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഞായറാഴ്ച ഉച്ചയോടെ 9ാം വളവിൽ അടർന്നു വീണ പാറയാണ് മാറ്റിയത്. ശക്തമായ മഴയിൽ അലനല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. കോട്ടോപ്പാടം ടൗണിൽ തെരുവ് നായ ശല്യം രൂക്ഷം. നായ്ക്കളെ പേടിച്ച് വഴി നടക്കാൻ കഴിയാതെ നാട്ടുകാർ. തകർന്ന് തരിപ്പണമായി ചെറുപ്പശ്ശേരി EMS റോഡ്. പാതയിലൂടെയുള്ള യാത്ര അതിദുരിതം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.